Hi all, question number 2 നമുക്ക് നോക്കാം. The question is from sequences and series. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, എന്താ? The sum of coefficient of x raised to 499 and x raised to 500 in 1 plus x whole raised to 1000 plus xi into 1 plus x whole raised to 999 plus x square into 1 plus x whole raised to 998 plus etc plus x raised to 1000 is. ഓക്കെ, ശ്രദ്ധിക്കാം. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ജി പി ആണ് എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ആ ജി പിയുടെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? നമുക്ക് ഫസ്റ്റ് ടേം അറിയണം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ടേം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 1 plus x the whole raised to 1000 എന്ന് മനസ്സിലാക്കാം. പിന്നെ കോമൺ റേഷ്യോ അറിയണം. കോമൺ റേഷ്യോ അറിയണം എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 1 plus x the whole raised to 999 ഡിവൈഡ് ബൈ 1 plus x the whole raised to 1000 ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കോമൺ റേഷ്യോ എക്സ് ഡിവൈഡ് ബൈ 1 plus x. ഇതിനടുത്ത് എൻ എന്താണെന്ന് അറിയണം. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 1000 അല്ലേ? 1000 എന്ന് ഇവിടെ എക്സ് റൈസ് ടു 0 എന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്. എക്സ് റൈസ് ടു 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ് റൈസ് ടു 1000 വരെയുണ്ട് അല്ലേ? അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 1001 എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? എങ്ങനെയാണ്? യെസ്, സം ടു എൻ ടേംസ് ഓഫ് എ ജി പി അല്ലേ? അപ്പോൾ അങ്ങനെ സം ടു എൻ ടേംസ് ഓഫ് എ ജി പി എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ആർ റൈസ് ടു എൻ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 അല്ലേ? അല്ലെങ്കിൽ എ ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു എൻ ഡിവൈഡ് ബൈ 1 മൈനസ് ആർ. ഓക്കെ അല്ലേ? അവിടെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus x the whole raised to എന്താണ്? 1000 ആണ്. റെഡി അല്ലേ? ഇൻറ്റു ഓക്കെ റെഡി അല്ലേ? 1 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 plus x. ഓക്കെ അല്ലേ? എക്സ് ഡിവൈഡ് ബൈ 1 plus x അല്ലെ? ഓക്കെ, എക്സ് ഡിവൈഡ് ബൈ 1 plus x. ഓക്കെ, ഹോൾ റൈസ് ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? എൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ ഹോൾ റൈസ് ടു എന്താണ്? 1001. റെഡി അല്ലേ? ഹോൾ റൈസ് ടു 1001. ഓക്കെ, ഡിവൈഡ് ബൈ എന്താണ്? 1 മൈനസ് ആർ അല്ലേ? 1 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 1 plus x. ഓക്കെ അല്ലേ? നമ്മുടെ എന്താണ് സം ടു എൻ ടേംസ് ഓഫ് എ ജി പി. നമുക്ക് എന്തൊക്കെ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ സിംപ്ലിഫൈ? ഇവിടെ 1 plus x ഉണ്ട്. അപ്പം ഞാൻ ഇതിന് രണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനും എന്ത് ചെയ്യുക? 1 plus x കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ഇവിടെ 1 plus x the whole raised to എന്താണ്? 1001 എന്ന് കിട്ടും. അവിടെ അല്ല ഇൻറ്റു 1 മൈനസ് അല്ലെ എക്സ് റൈസ് ടു 1001 ഓക്കെ ഡിവൈഡ് ബൈ 1 plus x റൈസ് ടു 1001 എന്ന് വരും. ഹോൾ റൈസ് ടു ഓക്കെ അല്ലേ? ഡിവൈഡ് ബൈ ഇവിടെ 1 plus x ഇവിടെ 1 plus x എന്ന് വരും. ഇവൻ 1 plus x എന്ന് വരും. മൈനസ് എക്സ് 1 plus x മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 1 എന്ന് വരും. ഒന്നുമില്ല, ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും 1 plus x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ ഇനി 1 plus x ഇത് ഉള്ളിലേക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും മക്കളെ? യെസ്, 1 plus x the whole raised to വാട്ട് ഈസ് ദാറ്റ്? 1001. റെഡി അല്ലേ? യെസ്, മൈനസ് എന്ത് വരൂടാ? യെസ്, എക്സ് റൈസ് ടു 1001 എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സീക്വൻസ് അല്ലെ ഇങ്ങനെയായിട്ട് മാറി. എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് നമ്മൾ വരിക്കുന്നത്? സം ഓഫ് കോയിഫിഷ്യന്റ് 499 ആൻഡ് എക്സ് റൈസ് 499 എക്സ് റൈസ് 500 ഈസ്. ഓക്കെ, അപ്പോൾ അതിന് സം ഓഫ് കോയിഫിഷ്യന്റ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആദ്യം ജനറൽ ടേം നമ്മൾ എന്താക്കണം മക്കളെ? എഴുതണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവനെ മാത്രം നമ്മൾ എന്താക്കിയാൽ മതി? കൺസിഡർ ചെയ്താൽ മതി അല്ലേ? കാരണം ഇതിൽ എന്തായാലും എക്സ് റൈസ് 499 വരില്ല, അതോടൊപ്പം തന്നെ എക്സ് റൈസ് 500 ഒന്നും വരില്ല അല്ലേ? തൽക്കാലം ഇവർ ഞാൻ എസ് എന്നോ അങ്ങനെ ഒന്ന് വിളിച്ച് ഞാൻ എന്താക്കുക കൺസിഡർ ചെയ്യണേ. 1 plus x the whole raised to 1000. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജനറൽ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? TR+1 ഈസ് ഈക്വൽ ടു 1001 CR എക്സ് റൈസ് ടു 1001 എന്ന് വരും. റെഡി അല്ലേ? അപ്പം ഇനി അതിൽ ശ്രദ്ധിക്കുക, നമുക്കിനി എക്സ് റൈസ് 499 വരണം അല്ലേ? അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്താണ്? 499 കൊടുക്കണം. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് എന്താണ്? യെസ്, എക്സ് റൈസ് 499 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 1001 C499 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? സിമിലർലി കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് 500 ചെയ്ത് കഴിഞ്ഞാലോ? യെസ്, ഓക്കെ, വാട്ട് ഈസ് ദാറ്റ്? കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് ടു 500 ഓക്കെ അല്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെയാണ്. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ മാറിപ്പോയടാ. 1001 എക്സ് റൈസ് ടു 6 അല്ലേ? എന്നാലും കുഴപ്പമില്ല,
സ്ഥിരമായിട്ട് ചെയ്യുന്ന ആ ഫ്ലോയിൽ അങ്ങ് ചെയ്തു പോയതാണ്. അപ്പോൾ ഇവിടെ R is equal to 499 കൊടുക്കുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് x റൈസ് 499 കിട്ടും. അത് 1000 C 499 റെഡിയല്ലേ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, കോഎഫിഷ്യന്റ് ഓഫ് x റൈസ് 500 വേണം. അത് ഇതേപോലെ തന്നെ എന്താണ്, യെസ് ഓക്കെ 1000 C 500. ഓക്കെ, നമുക്കതിൻ്റെ സമ്മാണ് ഇനി വേണ്ടത് അല്ലേ. സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് വാട്ട് ഇസ് ദാറ്റ്, യെസ് 1001 C 499 പ്ലസ് 1001 C 500 എന്ന് വരും. NCR പ്ലസ് NCR മൈനസ് 1 എന്ന് പറഞ്ഞാൽ n പ്ലസ് 1 CR ആണ്. അപ്പം 1002 C 500 എന്ന് വരും. മനസ്സിലായല്ലേ. NCR പ്ലസ് NCR മൈനസ് 1. NCR പ്ലസ് NCR മൈനസ് 1 എന്ന് പറഞ്ഞ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വാട്ട് ഈസ് ദാറ്റ്, NCR പ്ലസ് NCR മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, യെസ് n പ്ലസ് 1 CR എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ, അതാണ് ഈ സംഗതി. അപ്പോൾ 1002 C 500 എന്ന് വരും. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ. 1002 C 500 എന്ന് വരും. റെഡിയല്ലേ. യെസ് ഓക്കെ. അപ്പം ഇനി അടുത്തത് നമുക്ക് എന്താണ്, 1002 C 500 എന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുകയാണ്. യെസ്, അതിൻ്റെ ഡയറക്റ്റ് ഉണ്ട്. ചില സമയത്ത് ഉണ്ടാവില്ല, അതുണ്ടാവില്ല. അതിന് പകരം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 1002 C 502 കൊടുക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്താക്കണം പറ്റണം, ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. റെഡിയല്ലേ, അത് കറക്റ്റാണ്. ആക്ച്വലി ഇത് ബൈനോമിയൽ തിയറും സീക്വൻസ് ആൻഡ് സീരീസും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.